കസ്റ്റംസിന് കോടതിയുടെ രൂക്ഷ വിമർശനം. 11ാം മണിക്കൂറിൽ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ എന്ത് തെളിവാണ് ലഭിച്ചതെന്ന് കോടതി ചോദിച്ചു. ശിവശങ്കറിന്റെ ഉന്നത പദവികളെക്കുറിച്ച് കസ്റ്റംസ് സമർപ്പിച്ച രേഖയിലൊന്നും പറയുന്നില്ല. 4 മാസം ചോദ്യം ചെയ്തിട്ടും ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്നും കോടതി ചോദിച്ചു. ശിവശങ്കറിനായുള്ള കസ്റ്റഡി അപേക്ഷയിൽ കൊച്ചിയിലെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ വാദം തുടരുകയാണ്. വാദം ഏത് വിശദാംശങ്ങളുമായി CN പ്രകാശ് ചേർന്നു. പ്രകാശ്, വാദം ഏത് രീതിയിലാണ് തുടർന്നത്? എന്താണ് ശിവശങ്കറിന്റെ അഭിഭാഷകൻ പറയുന്നത്? പ്രധാനമായും കോടതി ഇതുവരെ ഉന്നയിച്ച വിമർശനങ്ങൾ ഏത് രീതിയിലാണ് കാണേണ്ടത്? എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിലാണ് കസ്റ്റംസ് 10 ദിവസം കൂടി ശിവശങ്കറിനെ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. ഈ അപേക്ഷയിന്മേലാണ് ഇപ്പോൾ വാദം നടക്കുന്നത്. പ്രധാനമായും സ്വപ്ന സുരേഷ് ഏറ്റവും ഒടുവിൽ നൽകിയിട്ടുള്ള കസ്റ്റംസ് നൽകിയിട്ടുള്ള മൊഴിയിൽ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശിവശങ്കറിന് അറിവുണ്ടായിരുന്നു എന്ന് പരാമർശിക്കുന്നുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റും ഒപ്പം തന്നെ കസ്റ്റംസും അവകാശപ്പെടുന്നത്. ഈ സ്വപ്ന സുരേഷിന്റെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശിവശങ്കറിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് കസ്റ്റംസിന്റെ ആവശ്യം. അതിന്മേലാണ് ഇപ്പോൾ വാദം നടക്കുന്നത്. പ്രധാനമായും കോടതിയുടെ ഭാഗത്തുനിന്ന് ചില സംശയങ്ങളും ഒപ്പം തന്നെ വിമർശനങ്ങളും ഉണ്ടായിട്ട് എന്തുകൊണ്ട് ശിവശങ്കറിന്റെ ഉന്നത പദവികളെ കുറിച്ച് ഈ കോടതി രേഖകളിൽ പരാമർശിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. ഒപ്പം ഈ മാധവൻ നായരുടെ മകൻ എന്ന് മാത്രമാണ് ശിവശങ്കറിനെ കുറിച്ച് വിശേഷണമുള്ളത്. ഇതിന് അന്വേഷണ ഉദ്യോഗസ്ഥർ മറുപടി നൽകണം എന്നാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ ശിവശങ്കറിനെ ഈ 11ാം മണിക്കൂറിൽ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന കോടതി ചോദിക്കുന്നുണ്ട്. എന്ത് തെളിവുകൾ കണ്ടെത്തി കസ്റ്റഡിയിൽ എന്ന് വ്യക്തമാക്കണം. നേരത്തെ 4 മാസക്കാലം ചോദ്യം ചെയ്തതിനും ഒരു തെളിവും തനിക്കെതിരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ശിവശങ്കറിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. ശിവശങ്കറിനെ മനഃപൂർവ്വം ഈ കേസിൽ നിൽക്കാനാണ് അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നത് എന്നും ശിവശങ്കറിന്റെ അഭിഭാഷകൻ വാദിച്ചു. സ്വപ്ന ഇത്രയും നാൾ പറയാതിരുന്ന അല്ലെങ്കിൽ നൽകാതിരുന്ന മൊഴി ഇപ്പോൾ നൽകി എന്ന് പറയുന്നത് തന്നെ ദുരൂഹമാണ് എന്നും ശിവശങ്കറിന്റെ അഭിഭാഷകൻ വാദിക്കുന്നുണ്ട്. ഏതായാലും ഈ കസ്റ്റംസ് 10 ദിവസം കൂടിയാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്മേലാണ് ഇപ്പോൾ വാദം നടക്കുന്നത്. കോടതിയുടെ ഭാഗത്തുനിന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംശയങ്ങളും ഒപ്പം തന്നെ എന്ത് തെളിവുകൾ ലഭിച്ചു എന്ന ചോദ്യങ്ങളുമാണ് പ്രധാനമായും ഉയരുന്നത്. ഈ ഡോളർ കേസുമായി ബന്ധപ്പെട്ട് സരിത്തിന്റെയും സ്വപ്ന എന്നിവരെ കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുണ്ട് കോടതി. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ഡോളർ കേസിൽ സ്വപ്ന, സരിത്ത് എന്നിവരുടെ അറസ്റ്റ് നേരത്തെ കസ്റ്റംസ് രേഖപ്പെടുത്തിയിരുന്നു. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ പ്രധാനമായും. പ്രകാശ്, വളരെ പ്രധാനപ്പെട്ട കാര്യം, കസ്റ്റംസിനെതിരെ രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് കസ്റ്റഡി നീളുന്നതുമായി ബന്ധപ്പെട്ട്, കസ്റ്റഡിയിൽ കൂടുതൽ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതുകൊണ്ട് ശിവശങ്കറിന്റെ കസ്റ്റഡി അപേക്ഷ, അതായത് കസ്റ്റംസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ തള്ളുകയോ മറ്റോ ഉണ്ടാകുമെന്ന് വിലയിരുത്താൻ കഴിയുമോ? ഇപ്പോൾ ആ രീതിയിലേക്ക് കോടതിയുടെ നടപടി പോകാനുള്ള സാധ്യതയുണ്ടോ? പോകുകയാണെങ്കിൽ അത് ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ നിലവിൽ അദ്ദേഹം റിമാൻഡിലാണ്. കസ്റ്റംസുമായി ബന്ധപ്പെട്ട കേസിലാണ്. കസ്റ്റംസ് ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. ആ കസ്റ്റഡി അപേക്ഷയിലാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉയർന്നിട്ടുള്ളത്. ഇതിൽ വാദം നടക്കുകയാണ്. ഇതിൽ എന്ത് തീരുമാനം കോടതിയുടെ ഭാഗത്തുണ്ടാകും എന്ന കാര്യം ഇപ്പോൾ പ്രവചിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. എന്തായാലും അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതിക്കുള്ള സംശയങ്ങൾ, അതിന്റെ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ കോടതിക്കുള്ള സംശയങ്ങളാണ് പ്രധാനമായും കസ്റ്റംസിനോട് ചോദിക്കുന്നത്. അതിൽ ഒപ്പം തന്നെ ഈ സമർപ്പിച്ച രേഖകളിലുള്ള അവ്യക്തതകളും അല്ലെങ്കിൽ ഈ ശിവശങ്കറിന്റെ ഉന്നത പദ്ധതികളെ കുറിച്ച് എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിക്കുന്നത്. ഇത് വാദമധ്യേ നടക്കുന്ന കോടതിയുടെ ചോദ്യങ്ങൾ മാത്രമാണ്. ഇത് മുൻനിർത്തിക്കൊണ്ട് ഈ അപേക്ഷയിൽ എന്ത് തീരുമാനം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു അന്തിമ കാര്യം പറയുക അസാധ്യമാണ്. റൈറ്റ്. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ശിവശങ്കറിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുന്നു. ഇതേ സമയത്ത് കസ്റ്റംസിന് കോടതിയുടെ രൂക്ഷ വിമർശനം. എന്തിനാണ് വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടുന്നത് എന്ന രീതിയിലുള്ള എന്ത് തെളിവുകൾ കണ്ടെത്താനാണ് കസ്റ്റഡി എന്ന് വ്യക്തമാക്കണമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. CN പ്രകാശ് വിശദാംശങ്ങൾ. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, എന്ന് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അത് എത്രത്തോളം നിർണായകമാണ്?
സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് മുഖ്യമന്ത്രി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രന് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. നവംബർ 27 വെള്ളിയാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ്. നേരത്തെ രവീന്ദ്രന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നു. എന്നാൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അന്ന് അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ശിവശങ്കറിന് പുറമെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന ചോദ്യത്തിന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന PS രവീന്ദ്രൻ വിളിക്കാറുണ്ടായിരുന്നു എന്ന് സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് PS രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നത്. വിസ സ്റ്റാമ്പിങ്ങും ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനുമായിട്ടാണ് PS രവീന്ദ്രൻ വിളിച്ചിട്ടുള്ളത് എന്നാണ് സ്വപ്നയുടെ മൊഴി. സ്വപ്നയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും CM രവീന്ദ്രന്റെ നമ്പറിൽ നിന്നുള്ള കോൾ റെക്കോർഡുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. വിസ സ്റ്റാമ്പിങ്ങുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റുമായി കരാറുണ്ടായിരുന്ന UAFX എന്ന സ്ഥാപനത്തിന്റെ ഉടമ അബ്ദുൾ ലത്തീഫിന് ബംഗളൂരിൽ അറസ്റ്റിലായ ബിനീഷ് കൊടിയേരിയുടെ ബിനാമിയാണ് എന്നാണ് ബംഗളൂരു EDയുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ലത്തീഫിന്റെ കമ്പനിക്ക് വിസ സ്റ്റാമ്പിംഗ് സംബന്ധിച്ച് കരാർ നൽകിയപ്പോൾ സ്വപ്നയ്ക്കും കോൺസുലേറ്റ് ജനറലും കമ്മീഷൻ അടക്കം വലിയ തുക ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നതിന് വേണ്ടി കൂടിയാണ് രവീന്ദ്രനെ വിളിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് അദ്ദേഹം കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാകണം. റൈറ്റ്, CN പ്രകാശ് വിശദാംശങ്ങൾ നൽകിയത്. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ ആശുപത്രി മാറ്റേണ്ടെന്ന് വിജിലൻസ്. ആശുപത്രി മാറ്റണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ പിൻവലിച്ചു. ലേക്ക് ഷോർ ആശുപത്രിയിൽ വെച്ച് ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചു. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യനില ഏത് രീതിയിലാണെന്നുള്ള ഒരു കണ്ടെത്തൽ കൂടിയാണ് വിജിലൻസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. പ്രോസിക്യൂഷൻ അപേക്ഷ പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. അടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെ? അപർണ, ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നാണ് ഇപ്പോൾ വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 4 ദിവസം ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നുള്ള നേരത്തെ തന്നെ വിജിലൻസിന്റെ അപേക്ഷ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കഴിയുന്ന സാഹചര്യത്തിൽ തന്നെ ചോദ്യം ചെയ്യാൻ അനുവദിക്കണം എന്ന വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിൽ കോടതി അതിൽ തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പോൾ ജാമ്യാപേക്ഷയിലടക്കം വാദം തുടരുകയാണ്. അതുകൊണ്ട് കസ്റ്റഡിയിലും വിജിലൻസിന്റെ കസ്റ്റഡി അപേക്ഷയിലും അതോടൊപ്പം തന്നെ ഇബ്രാഹിം ജാമ്യാപേക്ഷയിലും അല്പസമയത്തിനകം തന്നെ കോടതി തീരുമാനമെടുക്കും. നിലവിൽ ഇന്ന് DMO റിപ്പോർട്ട് നൽകിയത് ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി സൂചിപ്പിച്ചുകൊണ്ടാണ്. നേരത്തെ സർക്കാർ സംവിധാനമുള്ള ആശുപത്രിയിലേക്ക്, അതായത് സർക്കാർ ആശുപത്രിയിലേക്ക് ചികിത്സാ സംവിധാനങ്ങളോടെ മാറ്റാൻ കഴിയുമോ എന്നാണ് ആരാഞ്ഞിരുന്നത്. പക്ഷേ DMO റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി തികച്ചും പ്രതികൂലമാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ നൽകുന്ന ചികിത്സ ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ നൽകാൻ കഴിയില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം മെഡിക്കൽ ബോർഡും റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആശുപത്രി മാറ്റുന്നത് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് ആ ആവശ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നത്. മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട, നിലവിലുള്ള ആശുപത്രിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയിലും അതോടൊപ്പം തന്നെ ജാമ്യാപേക്ഷയിലും അല്പസമയത്തിനകം തന്നെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തീരുമാനമെടുക്കും. റൈറ്റ്, ലേക്ക് ഷോറിൽ തന്നെ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന് വിജിലൻസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഡാനി പോൾ വിശദാംശങ്ങൾ. വടകര ബ്ലോക്ക് പഞ്ചായത്ത് വിഷയത്തിൽ KPCC പ്രസിഡന്റിനെതിരെ നിലപാട് കടുപ്പിച്ച K മുരളീധരൻ MP. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒഴിവാക്കി തിരുവനന്തപുരത്തേക്ക് മടങ്ങാൻ മുരളീധരൻ തീരുമാനിച്ചു. RMPയോട് കോൺഗ്രസ് നേതൃത്വം വിശ്വാസവഞ്ചന കാണിച്ചെന്നും മുരളീധരൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായം പോലും ചോദിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇല്ല, അതിൻ്റെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഇനി എന്താ തീരുമാനം എന്നുണ്ടെങ്കിൽ അവർ അറിയിക്കട്ടെ, ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഇല്ല, DCCയും കൈമലർത്തുന്നുണ്ട്, കൊടുക്കേണ്ടി വന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ മറ്റു വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചതും ഇല്ല, അവരോട്ട് പറഞ്ഞു. സാധാരണ UDFനെ കുറിച്ച് ഇപ്പോൾ വിട്ടുപോയ ചില കക്ഷികൾ പറഞ്ഞൊരു പരാതി, കോൺഗ്രസ് ഞങ്ങൾക്ക് സീറ്റും തരും റിബലിനെയും തരുന്ന. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. സീറ്റും തന്നു, ഔദ്യോഗിക സ്ഥാനാർത്ഥിനെ കൊടുത്തു. സാധാരണ റിബലിനെയാണ് കൊടുക്കാറ്. നേരെ മറിച്ച് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ കല്ലാമല അവർക്കും കൊടുത്ത് കല്ലാമല കോൺഗ്രസ് കൊടുത്ത് മടപ്പള്ളി RMPക്ക് കൊടുത്ത് ഈ പ്രശ്നമേ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിസ്സാരമെന്ന് തോന്നുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് വഷളാവുക. ഇതിൽ കുറേ കൂടെ ശ്രദ്ധ എല്ലാ ഭാഗത്തും ഉണ്ടാവണം. വടകര ബ്ലോക്കിലെ കല്ലാമല ഡിവിഷനിൽ RMP UDF ധാരണയ്ക്ക് വിരുദ്ധമായി കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ നിർത്തിയതാണ് K മുരളീധരന്റെ എതിർപ്പിന് കാരണം. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, ഈ വിഷയത്തിനകത്ത് ഇന്നലെയുള്ള അതേ നിലപാട് ആവർത്തിക്കുകയാണ് K മുരളീധരൻ. KPCC പ്രസിഡന്റിനുള്ള പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമുള്ള വിമർശനം തന്നെയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ധാരണയ്ക്ക് അല്ലെങ്കിൽ ഇനി ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയുണ്ടോ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തിപ്പോയ സാഹചര്യത്തിൽ?
അപർണ, നിലവിലെ കല്ലാമല ബ്ലോക്ക് ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം കോൺഗ്രസിൽ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുരളീധരൻ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ്. മുരളീധരൻ തന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നു. ഇനിയും ഈ വിഷയത്തിനകത്ത് പരിഹാരം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ വരട്ടെ, ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ, അപ്പോൾ ആലോചിക്കാമെന്ന മറുപടിയാണ് മുരളീധരൻ നൽകിയത്. അതായത് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനോടുള്ള തന്റെ വിയോജിപ്പ് അദ്ദേഹം കൂടുതൽ പരസ്യമായി പ്രകടമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ. കല്ലാമല ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് RMPക്ക് നൽകിയ സീറ്റിൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. മുൻകാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു സീറ്റ് നൽകിയാൽ അവിടെ റിബലിനെ നിർത്തുന്ന ഒരു പതിവ് കാഴ്ചയായിരുന്നു കോൺഗ്രസിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ സീറ്റ് നൽകിയതിനു ശേഷം ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ കൂടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മുരളീധരന്റെ പരാതി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നോട് കൂടിയാലോചിക്കാൻ തയ്യാറായിട്ടില്ല. താനും പാറക്കൽ അബ്ദുള്ളയും ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ഇരുന്ന് പ്രശ്നം പരിഹരിച്ച് നല്ല നിലയിൽ മുമ്പോട്ട് പോയ ഒരു വിഷയമാണ്. അതിനെ കൂടുതൽ വഷളാക്കിയത് KPCC പ്രസിഡന്റിന്റെ നിലപാടാണ് എന്നുള്ളതാണ് മുരളീധരൻ വ്യക്തമാക്കുന്നത്. അപർണ. സനോജ് സുരേന്ദ്രനാണ്. കല്ലാമല ബ്ലോക്ക് പഞ്ചായത്ത് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം കോൺഗ്രസിൽ തുടരുകയാണ്. നിലമ്പൂരിൽ വെള്ളപ്പൊക്ക ദുരിതബാധിതർക്ക് നൽകാൻ രാഹുൽ ഗാന്ധി MP നൽകിയ ഭക്ഷ്യധാന്യങ്ങൾ നശിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് വിതരണം ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾ സാധനങ്ങൾ പൂഴ്ത്തിവെച്ചതാണെന്ന് PV അൻവർ ആരോപിച്ചു. കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം. ജില്ലാ കളക്ടറോ തഹസിൽദാറോ ഇക്കാര്യം അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് നിലമ്പൂരിൽ ഒരു പ്രദേശത്ത് മാത്രമല്ല, പല പ്രദേശങ്ങളിലും ഇതുപോലെ അവർ ഭക്ഷ്യവസ്തുക്കൾ സ്റ്റോക്ക് ചെയ്തിരുന്നു. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ അവർക്ക് ഭക്ഷ്യസാധനങ്ങൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നൽകാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടത്രേ ഇതെല്ലാം സ്റ്റോക്ക് ചെയ്തത്. ഇത് ഇന്നലെ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ഇന്നലെ രാത്രിയിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ നശിച്ചു പോയത് കോൺഗ്രസ് നേതാക്കൾ സ്ഥലം മാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും തഹസിൽദാറോ ജില്ലാ കളക്ടറോ ഇടപെട്ട് ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. മനുഷ്യർക്ക് കൊടുക്കേണ്ട ഭക്ഷണമാണ് ഈ രീതിയിൽ നശിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് ഇതിന് ഉത്തരം പറയേണ്ടതുണ്ട്. വിഷയം അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് പ്രതികരിച്ചു. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നു. അനുമോദ്, വലിയ രീതിയിൽ വിവാദത്തിലേക്ക് പോകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇതിന് ഒരുപക്ഷെ നടപടി വിശദീകരണമൊക്കെ പാർട്ടി കേന്ദ്ര തലത്തിൽ നേരെ ഉണ്ടായേക്കുമെന്ന് സംശയിക്കാവുന്ന വിധത്തിൽ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് DCCയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? വലിയ തോതിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ നിലമ്പൂരിൽ ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വർഷം മുൻപ് രാഹുൽ ഗാന്ധി പ്രളയ സമയത്ത് നിലമ്പൂർ മേഖലയിൽ വിതരണം ചെയ്യാൻ ഏൽപ്പിച്ച സാധനങ്ങൾ ഒരു വർഷത്തിലോളം ആയിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇന്നലെ രാത്രി പുറത്തു വന്നത്. ഇതിൽ ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള നേതാക്കളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും ആരും തന്നെ പ്രതികരണങ്ങൾ നൽകിയിരുന്നില്ല. അല്പസമയം മുമ്പാണ് VV പ്രകാശ് നമ്മുടെ ചാനലിൽ തന്നെ പാർട്ടിയുടെ ഒരു പ്രതികരണം നൽകിയിരിക്കുന്നത്. ഇതിൽ അന്വേഷിക്കാൻ ആർക്കെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കും. അത്തരത്തിൽ പാർട്ടിപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇതിന്റെ ഉത്തരവാദി ആരാണെന്നുള്ള രീതിയിൽ ഒരു അന്വേഷണം, അതിനെക്കുറിച്ചൊന്നും തന്നെ ഒരു ധാരണയായിട്ടില്ല. DCC പ്രസിഡന്റുമായി സംസാരിച്ചിടത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് നിലമ്പൂർ മുനിസിപ്പൽ ഏരിയയിലെ കോൺഗ്രസിനാണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരാണ് ഈ ഭക്ഷ്യധാന്യങ്ങൾ അവിടെ ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും പിന്നീട് സൂക്ഷിക്കുകയും ചെയ്തത്. അവരുടെ ഭാഗത്ത് സംഭവിച്ച വലിയ ഒരു നിരുത്തരവാദപരമായ ഒരു വീഴ്ച തന്നെയാണ് ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആയുധമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. അതിലുപരിയായിട്ട് ഒരുപാട് പേർക്ക് ഈ സമയത്ത് ഉപകാരപ്പെടേണ്ട അരിയും പലവ്യഞ്ജനങ്ങളും തുണിത്തരങ്ങളുമാണ് ആർക്കും തന്നെ ഉപകാരപ്പെടാതെ പോയത് എന്നത് വലിയൊരു ദുഃഖകരമായ കാര്യമാണ്. നിലമ്പൂരിലെ MP കൂടിയായ വയനാട് MP കൂടിയായ രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രതിസന്ധിയിലായ സമയത്ത്, പ്രളയത്തിന്റെ സമയത്ത് ആളുകൾക്ക് ഉപകാരപ്പെടണം എന്ന് വിചാരിച്ച് നൽകിയ ഒരു സാധനം കൂടിയാണ് ഈ നശിച്ചുപോയത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് രാഹുൽ ഗാന്ധിയുടെ ഒരു കാര്യം, രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് കൊടുത്തൊരു കാര്യം അവരിലേക്ക് എത്തിക്കാതിരിക്കാൻ പാർട്ടി ശ്രമിച്ചു എന്ന തരത്തിലേക്ക് ഒരു വ്യാഖ്യാനങ്ങൾ വരുന്നേക്കാം. അതുകൊണ്ട് തന്നെ വലിയ ദേശീയ തലത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ചർച്ചയോ അല്ലെങ്കിൽ അന്വേഷണമോ വന്നാലും അപർണ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ തികച്ചും ഉത്തരവാദിത്തരഹിതമായ ഒരു സമീപനം തന്നെയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായിട്ട് തന്നെ ഉപയോഗിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്. അത് മുന്നിൽ കണ്ടാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇത് പൂഴ്ത്തിവെച്ചതെന്ന അൻവറുടെ പ്രസ്താവന ഇത് സൂചിപ്പിക്കുന്നതാണ്.
അപർണ. റൈറ്റ്, CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും രാഹുൽ ഗാന്ധി നൽകിയ ഭക്ഷ്യക്കിറ്റുകൾ പൂഴ്ത്തിവെച്ചെന്ന ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് മലപ്പുറത്ത് നിന്ന്. ആരോഗ്യത്തിന് ദിവസവും ഒരു ഗ്ലാസ് പാൽ. ശരീരത്തിന് ആവശ്യമായ കാൽസ്യവും പ്രോട്ടീനും ലഭിക്കാൻ അമൂൽ പാൽ ശീലമാക്കുക. ഇടവേളയാണ്. നിവാർ ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടെ ചെന്നൈ തീരം തൊടും. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് അതിതീവ്ര ചുഴലിക്കാറ്റായി തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുന്നത്. ചെന്നൈയിൽ മഴ ശക്തമായി തുടരുകയാണ്. തമിഴ്നാടിന് പുറമെ പുതുച്ചേരിയിലും ആന്ധ്രയിലും കനത്ത ജാഗ്രത പുലർത്താൻ നിർദ്ദേശമുണ്ട്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഇന്ന് പൊതു അവധിയും പ്രഖ്യാപിച്ചു. ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാതയിൽ കേരളം ഉൾപ്പെടുന്നില്ല. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി സുരേഷ് വെള്ളിമറ്റം ചേരുന്നു. സുരേഷ്, കേരളം ആശങ്കാ തീരത്ത് വരുന്നില്ലെങ്കിൽ പോലും ചെന്നൈയിൽ സ്ഥിതി മോശമായി തുടരുന്നു. വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതായി പ്രഖ്യാപിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നു. എത്ര ദിവസത്തേക്ക് ഈ ആശങ്ക നിലനിൽക്കുമെന്നാണ് വിവരങ്ങൾ? അപർണ, ഇപ്പോഴത്തെ സാഹചര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുള്ളത് ചെമ്പരമ്പാക്കം റിസർവോയർ തടാകം, അതാണ് ചെന്നൈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അത് തുറന്നുവിടാൻ പോകുകയാണ്. കാരണം ജലനിരപ്പ് നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തടാകം തുറക്കുകയാണെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ഏത് നിമിഷവും ഇത് തുറക്കാം. തുറക്കുന്നതോടുകൂടി ചെന്നൈ നഗരത്തിൽ ഒരുപക്ഷെ 2015 സാഹചര്യത്തിലേക്ക്, വെള്ളപ്പൊക്കത്തിൻ്റെ സാഹചര്യത്തിലേക്ക് പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രത അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെ തീരപ്രദേശങ്ങളിലെല്ലാം അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. പുതുച്ചേരിയിലും കനത്ത മഴ തുടരുന്നുണ്ട്. തമിഴ്നാട് തീരത്തോട് കൂടുതലായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിവാർ ചുഴലിക്കാറ്റ്. ഇവിടെയാണ് ഇപ്പോൾ നിവാർ ചുഴലിക്കാറ്റ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത്. ഇത് തമിഴ്നാട്ടിൻ്റെ തീരപ്രദേശത്തു നിന്നും പുതുച്ചേരി, നാഗപട്ടണം, ഇതിനിടയ്ക്ക് കാരക്കൽ, ഈ ഒരു ഭാഗത്തു നിന്നും ഏതാണ്ട് ഒരു 350 കിലോമീറ്ററിന് 340 കിലോമീറ്ററിന് അടുത്തെത്തി നിൽക്കുകയാണ് ഈ ചുഴലിക്കാറ്റ്. ഈ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 10 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രേഖ, അതിൻ്റെ ഒരു സഞ്ചാരപഥം എന്ന് പറയുന്നത്. ആ സഞ്ചാരപഥം എന്ന് പറയുന്നത് ഏതാണ്ട് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി 8 മണിയോടുകൂടി ഒരുപക്ഷെ ഇത് തീരം തൊടാനുള്ള, തീരത്തിന് കൂടുതൽ അടുക്കും. നാളെ പുലർച്ചെ 1 മണിയോടുകൂടിയായിരിക്കും ഇത് തീരത്തെത്തുക. ഇതാണ് നാളെ പുലർച്ചെ 1 മണി സമയം ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് രാത്രി 8 മണിയാകുമ്പോഴേക്കും ഇതായിരിക്കും ഈ ചുഴലിക്കാറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ രാത്രി 8 മണിക്കുള്ള ചുഴലിക്കാറ്റ് അത് വീണ്ടും കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് നാളെ പുലർച്ചെയാകുമ്പോഴേക്കുള്ള സമയമാണ് അടുത്തതെന്ന് പറയുന്നത്. ഇത് നാളെ പുലർച്ചെ 2 മണിയാകുമ്പോഴേക്ക്, ഇതാണ് കൃത്യമായിട്ട് നാളെ പുലർച്ചെ 2 മണിയാകുമ്പോഴേക്കുള്ള അവസ്ഥ എന്ന് പറയുന്നത്. പുതുച്ചേരി കഴിഞ്ഞ് ഈ ഒരു മേഖലയിലേക്ക് വളരെ ശക്തമായി തന്നെ കാരക്കൽ മേഖലയിലേക്ക് ചുഴലിക്കാറ്റ് എത്തുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രവചനം. ഈ രീതിയിൽ തന്നെയാണ് ചുഴലിക്കാറ്റ് അതിവേഗതയിൽ എത്തിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റിനും മഴയ്ക്കും പ്രദേശത്ത് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 140 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം. ഇതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള തിരമാലയ്ക്ക്, ഇതാണ് തിരമാലയുടെ ഏതാണ്ട് 4 മീറ്റർ 5 മീറ്ററിന് അടുത്ത് വരെ 4.8 മീറ്റർ ഉയരത്തിൽ വരെ തിരമാല വളരെ ശക്തമായി രാത്രിയോടുകൂടി, ഇത് പുലർച്ചെ 2 മണിയുടെ സമയമാണ് ഇതെന്ന് പറയുന്നത്. 2 മണിയോടുകൂടി പുലർച്ചെ 2 മണിയോടുകൂടി 4 മീറ്റർ ഉയരത്തിൽ വരെ തിരമാല വീശാമെന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള മഴ, ഇതാണിപ്പോൾ കാറ്റിൻ്റെയും അതോടൊപ്പം തന്നെ മഴയുടെയും അവസ്ഥ. ഇത്രയ്ക്ക് ശക്തമായിട്ടുള്ള മഴ, കാറ്റ് എല്ലാം വരുന്നു, തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രവചനം. വൈകുന്നേരം രാത്രി 8 മണിക്കും പുലർച്ചെ 2 മണിക്കും ഇടയ്ക്ക് ആയിരിക്കും ഇത് കരത്തൊടുക. റൈറ്റ്, സുരേഷ് വെള്ളമറ്റമാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നിവാർ ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപാതയിൽ കേരളം ഉൾപ്പെടുന്നില്ല. അപ്പോഴും ചെന്നൈ തീരം ആശങ്കയുടെ പാതയിൽ തുടരുന്നു. മറ്റു വാർത്തകളിലേക്ക്.
വികസനത്തിന് മുഖ്യമന്ത്രി വീട്ടിൽ നിന്നല്ലല്ലോ പണം കൊണ്ടുവരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ എംഎൽഎമാരുടെ മണ്ഡലങ്ങളോട് കടുത്ത അവഗണനയാണ് സർക്കാർ കാട്ടുന്നത്. പദ്ധതികളെല്ലാം കടലാസിലാണ്. സർക്കാരിന്റെ കൊള്ള പുറത്തുവരുമ്പോൾ അട്ടിമറി എന്ന് പറയുന്നു. മുഖ്യമന്ത്രി കഥയറിയാതെ ആട്ടം കാണുകയാണ്. ധനമന്ത്രിയെ പിന്താങ്ങി മുഖ്യമന്ത്രി സംസാരിച്ചത് തെറ്റായിപ്പോയി. ഈ സർക്കാരിനെ ജനങ്ങൾ അട്ടിമറിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണമല്ലല്ലോ ചെലവഴിക്കുന്നത്. 140 മണ്ഡലങ്ങളിലും ചെലവഴിക്കണം. സർക്കാരിൻ്റെ പദ്ധതിയാണെങ്കിൽ അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ മണ്ഡലത്തിൽ ഒന്നും നടന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ആ കടൽഭിത്തിക്ക് വേണ്ടി കുറച്ച് പൈസ തന്നു, ഒരു സ്കൂൾ കെട്ടിടം, ഇതല്ലാതെ ഒന്നുമില്ല. ഇതാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ, സർക്കാരിൻ്റെ പദ്ധതിയല്ലേ. ആ പദ്ധതി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടപ്പാക്കണം. അതാണ് സാമാന്യ മര്യാദ. സർക്കാരിൻ്റെ കൊള്ളകൾ പുറത്തു കൊണ്ടുവരുന്നു. അത് പുറത്തു കൊണ്ടുവരുമ്പോൾ ഗവൺമെന്റിനെ അട്ടിമറിക്കാനാണെന്നാണ് പറയുന്നത്. ആരട്ടിമറിക്കാനാണ് ഈ ഗവൺമെന്റിനെ? ഇനി ആകെ 6 മാസമാണുള്ളത്. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ അട്ടിമറിക്കും തെരഞ്ഞെടുപ്പിലൂടെ. കിഫ്ബി ഇടപാടിൽ മുഖ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കിഫ്ബിയിൽ അഴിമതി കണ്ടുപിടിക്കുമെന്ന വേവലാതിയാണ് മുഖ്യമന്ത്രിക്ക്. സർക്കാരിനെ പിരിച്ചുവിടാൻ അത് മതി. CAG രാഷ്ട്രീയം കളിക്കുന്നുവെന്ന ആക്ഷേപം ബാലിശമാണ്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രചാരണമാണ് ഇത്. കേന്ദ്ര സഹായം എത്ര കിട്ടിയെന്ന് പരസ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം തടസ്സം നിൽക്കുന്നു. മനസാക്ഷിയില്ലാത്ത ന്യായമാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. താങ്കൾക്ക് മനസാക്ഷിയില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഇത്തരം മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് സംസാരിക്കരുത്. 50,000 കോടി രൂപയാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ വികസനത്തിന് നിതിൻ ഗഡ്കരി തന്നെ തന്നത് എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് ഇപ്പോൾ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറഞ്ഞത്. ഏത് കാര്യത്തിനാണ് കേരളത്തെ കേന്ദ്രം അവഗണിച്ചത്? UPA ഗവൺമെന്റുമായി താരതമ്യം ചെയ്താൽ ഏത് കാര്യത്തിനാണ് കേന്ദ്രം കേരളത്തെ അവഗണിച്ചത് എന്ന് വസ്തുതാപരമായിട്ട് പറയാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറാവുമോ? ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതിയായ മഞ്ചേശ്വരം MLA MC കമറുദ്ദീനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ 10:30യോടെയാണ് കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിൽ നിന്നും കണ്ണൂരിലേക്ക് മാറ്റിയത്. കാഞ്ഞങ്ങാട് ജയിലിൽ കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് കണ്ണൂരിലേക്ക് മാറ്റിയത്. അതിനിടെ കൂടുതൽ കേസുകളിൽ MLAയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കമറുദ്ദീനെ ഒരു കേസിൽ ജയിലിൽ ചോദ്യം ചെയ്യാൻ ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാർ ഇന്ന് ഗവർണർക്ക് കത്ത് നൽകിയേക്കും. ബാർക്കോഴ ആരോപണത്തിൽ ചെന്നിത്തലയ്ക്കെതിരായ അന്വേഷണത്തിന് വിജിലൻസിന് മുഖ്യമന്ത്രി നേരത്തെ അനുമതി നൽകിയിരുന്നു. തുടർന്ന് ഗവർണറുടെയും സ്പീക്കറുടെയും അനുമതി തേടാൻ തീരുമാനിച്ചു. KPCC അധ്യക്ഷനായിരിക്കെ ചെന്നിത്തലയ്ക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി വേണോ എന്ന കാര്യത്തിൽ രാജ്ഭവന് അവ്യക്തതയുണ്ട്. സർക്കാരിന്റെ കത്ത് ലഭിച്ചാൽ നിയമോപദേശം തേടാനാണ് രാജ്ഭവന്റെ തീരുമാനം. മന്ത്രി KT ജലീലിന്റെ ഗവേഷണ ബിരുദം ചട്ടപ്രകാരമെന്ന് കേരള സർവകലാശാല. ജലീലിന്റെ ഗവേഷണ പ്രബന്ധത്തിനെതിരെ നൽകിയ പരാതി തള്ളിക്കൊണ്ട് VSE ഗവർണർക്ക് റിപ്പോർട്ട് നൽകി. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്ന സംഘടനയാണ് ജലീലിനെതിരെ ഗവർണർക്ക് പരാതി നൽകിയത്. ഗവേഷണ പ്രബന്ധത്തിലെ തെറ്റുകളും വ്യാകരണ പിശകുകളും ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയാണ് നൽകിയതും ഇക്കാര്യം VC പരിശോധിച്ചില്ലെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു. മലബാർ ലഹളയിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും പങ്കിനെ അധികരിച്ചു തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധത്തിനാണ് KT ജലീൽ കേരള സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് ബിരുദം 2006 സ്വന്തമാക്കി. പോലീസ് ആക്ട് ഭേദഗതി പിൻവലിക്കാനുള്ള ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകിയേക്കും. പൊതുസമൂഹത്തിൽ ശക്തമായ എതിർപ്പുയർന്നതിനെ തുടർന്നാണ് ഓർഡിനൻസ് പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതമായത്. ഈ സാഹചര്യത്തിൽ സർക്കാർ തീരുമാനത്തിനെതിരെ ഗവർണർ നിലപാട് സ്വീകരിക്കില്ലെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. പോലീസിന് അമിതാധികാരം നൽകുന്നതും മാധ്യമ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്നതുമായ ഓർഡിനൻസിനെതിരെ ഗവർണർക്ക് പരാതികൾ ലഭിച്ചിരുന്നു. ഇത് അവഗണിച്ചാണ് ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിട്ടത്. അതിൻ്റെ പിറ്റേ ദിവസം വിജ്ഞാപനമിറക്കിയെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ നിയമം പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചു. റിപ്പീൽ ഓർഡിനൻസിൽ ഇനി തീരുമാനം ഗവർണറുടേതാണ്. വളരെ വേഗത്തിൽ നിയമം പിൻവലിക്കാനിടയായ സാഹചര്യം വിശദീകരിക്കാൻ വേണമെങ്കിൽ ഗവർണർക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം. അങ്ങനെ വന്നാൽ ഓർഡിനൻസ് പിൻവലിക്കൽ വൈകും. ഓർഡിനൻസിനെതിരെ സംസ്ഥാനത്തിന് പുറത്തുമുണ്ടായ പ്രതിഷേധവും അത് സർക്കാരിനെ കൊണ്ടെത്തിച്ച പ്രതിസന്ധിയും സംബന്ധിച്ച് രാജ്ഭവന് ബോധ്യമുണ്ട്. ഈ സാഹചര്യത്തിൽ മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ ഗവർണർ നിലപാടെടുക്കില്ലെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ വൈകാതെ പോലീസ് ആക്ട് ഭേദഗതി പൂർണ്ണമായും പിൻവലിക്കാൻ സർക്കാരിന് കഴിയും. ന്യൂസ് 18 തിരുവനന്തപുരം.
ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക malayalam.news18.com. AICC ട്രഷററുമായിരുന്ന അഹമ്മദ് പട്ടേൽ അന്തരിച്ചു. കോവിഡിനെ തുടർന്ന് ആരോഗ്യനില മോശമായ അഹമ്മദ് പട്ടേൽ ഇന്ന് പുലർച്ചെ 3:30-ക്കാണ് അന്തരിച്ചത്. 71 വയസ്സായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഈ മാസം 15 മുതൽ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു. ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് അഹമ്മദ് പട്ടേൽ. പട്ടേലിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. പകരം വയ്ക്കാനില്ലാത്ത സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടതെന്ന് സോണിയാഗാന്ധി അനുസ്മരിച്ചു. കോൺഗ്രസിന്റെ നെടുംതൂണായിരുന്നു അഹമ്മദ് പട്ടേൽ എന്നായിരുന്നു രാഹുലിന്റെ അനുശോചനം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ ക്രൈസിസ് മാനേജറായിരുന്നു AP എന്ന് അറിയപ്പെട്ടിരുന്ന അഹമ്മദ് പട്ടേൽ. ഒരിക്കൽ പോലും കേന്ദ്രമന്ത്രിയാകാത്ത പട്ടേൽ പക്ഷേ കോൺഗ്രസിന്റെ നിർണായക തീരുമാനങ്ങളിലെ അവസാന വാക്കുകളിൽ ഒന്നായിരുന്നു. തിരശീലയ്ക്ക് പിന്നിലായിരുന്നു മിക്കപ്പോഴും അഹമ്മദ് പട്ടേൽ. മാധ്യമങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിക്കുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് നന്നേ കുറവ്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രധാന അധികാര കേന്ദ്രമായിരുന്നു അഹമ്മദ് പട്ടേൽ. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ശക്തനായ രാഷ്ട്രീയകാര്യ സെക്രട്ടറി, മിക്ക നിർണായക തീരുമാനങ്ങളിലും സോണിയാഗാന്ധിയുടെ ഉപദേശകൻ. ചെറുതും വലുതുമായ പാർട്ടികളെ കൂട്ടുപിടിച്ച് 1ഉം 2ഉം UPA സർക്കാരുകൾ യാഥാർത്ഥ്യമാക്കിയ തന്ത്രജ്ഞരിൽ പ്രധാനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രണബ് മുഖർജിയാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് അഹമ്മദ് പട്ടേലായിരുന്നു. ഇടതു പാർട്ടികൾ 1ാം UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചപ്പോൾ അതുവരെ എതിർത്ത പാർട്ടികളെ പോലും ഒപ്പം കൂട്ടി സർക്കാരിനെ നിലനിർത്തിയ രാഷ്ട്രീയ തന്ത്രജ്ഞൻ. ഡൽഹി മദർ തെരേസ ക്രസന്റ് റോഡിലെ 23ാം നമ്പർ വസതി രാജ്യത്തുടനീളമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ആശ്രയ കേന്ദ്രമായിരുന്നു. 26ാം വയസ്സിലായിരുന്നു അഹമ്മദ് പട്ടേലിന്റെ ലോക്സഭയിലേക്കുള്ള ആദ്യ വിജയം. അടിയന്തരാവസ്ഥ വിരുദ്ധ തരംഗത്തിൽ ഇന്ദിരാഗാന്ധി പോലും തോറ്റ 1977 തെരഞ്ഞെടുപ്പിൽ അഹമ്മദ് പട്ടേൽ വിജയിച്ചു. ഗുജറാത്തിലെ ബറൂച്ചിൽ നിന്ന് ലോക്സഭയിലെത്തി. പിന്നെയും 2 തവണ കൂടി ലോക്സഭയിലെത്തി പട്ടേൽ. 1993 മുതൽ രാജ്യസഭാംഗമാണ്. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങി കോൺഗ്രസിലെ 3 തലമുറയിലെ നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ച അനുഭവമുണ്ട് അഹമ്മദ് പട്ടേലിന്. പക്ഷേ ഒരിക്കൽ പോലും മന്ത്രിസഭയിൽ വന്നില്ല. നിലവിൽ AICC ട്രഷററായിരുന്ന അഹമ്മദ് പട്ടേൽ K. കരുണാകരൻ, AK ആന്റണി ഗ്രൂപ്പ് പോലും മൂർച്ഛിച്ചു നിന്നിരുന്ന കോൺഗ്രസിലെ ആഭ്യന്തര കലഹകാലത്ത് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായിരുന്നു. K. കരുണാകരനെതിരെ നടപടിയെടുക്കാതെ K. മുരളീധരനെതിരെ മാത്രം നടപടിയെടുത്തതും അഹമ്മദ് പട്ടേലിന്റെ രാഷ്ട്രീയ ബുദ്ധിയായിരുന്നു. കരുണാകരനെതിരെ നടപടിയെടുത്താൽ രാഷ്ട്രീയ സഹതാപമുണ്ടാകുമെന്ന തിരിച്ചറിവിലായിരുന്നു അത്. അഹമ്മദ് പട്ടേലിന്റെ തന്ത്രജ്ഞത ഏറ്റവും ഒടുവിൽ കണ്ടത് 2017 രാജ്യസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു. രാജ്യം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പിൽ BJPയുടെ കുതിരക്കച്ചവടത്തെ അതിജീവിച്ചാണ് പട്ടേൽ വീണ്ടും രാജ്യസഭയിലേക്ക് ജയിച്ചു കയറിയത്. പാർട്ടിയേറെ പ്രതിസന്ധി നേരിടുന്ന കാലത്ത് അഹമ്മദ് പട്ടേലിനെ പോലെ പരിചയസമ്പന്നനായ നേതാവിന്റെ വിയോഗം കോൺഗ്രസിന് കനത്ത നഷ്ടമാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അഹമ്മദ് പട്ടേലിന്റെ മരണത്തിൽ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ അനുശോചിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും വലിയൊരു പ്രഹരമാണ് അഹമ്മദ് പട്ടേലിന്റെ മരണം മൂലം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ ശക്തനായ വക്താവും നേതാവുമായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ എല്ലാ നിർണായക ഘട്ടങ്ങളിലും പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഒരു സമ്മേളനം ഉണ്ടായാൽ അദ്ദേഹം അതിന്റെ പിറകിലായിരിക്കും, സംഘാടകനായി. മുന്നിൽ വന്ന് നിൽക്കാറില്ല, സ്റ്റേജിൽ കയറാറില്ല. പക്ഷെ അതിന്റെ ആ മുഴുവൻ ആസൂത്രണവും അദ്ദേഹമായിരിക്കും. AICCയെ പതിറ്റാണ്ടുകളായി നയിക്കുന്ന അദ്ദേഹമാണ്. ഈ മരണം അപരിഹാര്യമാണ്, വേദനാജനകമാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ വിഷമഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം സമാധാനവും അനുരഞ്ജനവും ആ പാതയാണ് അദ്ദേഹം സ്വീകരിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രബിൾ ഷൂട്ടറായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴൊക്കെ തന്നെ വിഷമവും പ്രതിസന്ധിയും പാർട്ടിയെ അഭിമുഖിച്ചോ അന്നൊക്കെ തന്നെ വിശ്വസ്തനായ ഈ പാർട്ടിയുടെ നേതാവ് അതൊക്കെ തന്നെ പരിഹരിക്കാൻ അസാധാരണമായ പാഠവുമാണ് കാണിച്ചിട്ടുള്ളതെന്ന കാര്യവും ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു.
കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹത്തിൽ സ്പർശിക്കാതെ മതപരമായ ചടങ്ങുകൾക്ക് അനുമതി നൽകി ആരോഗ്യവകുപ്പ് മാർഗരേഖ പുറത്തിറക്കി. ചിതാഭസ്മം ശേഖരിക്കാൻ അനുവദിക്കും. മൃതദേഹം എംബാം ചെയ്യാൻ പാടില്ല. പോസ്റ്റ്മോർട്ടം പരമാവധി ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ അത് അണുബാധ നിയന്ത്രണത്തിൽ പരിശീലനം നേടിയ ഡോക്ടർമാരാകണം. കോവിഡ് സംശയിക്കുന്ന മരണങ്ങളിൽ മൃതദേഹം വിട്ടു നൽകാൻ കാലതാമസം പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. പരിശോധനയ്ക്ക് സ്രവമെടുത്ത ശേഷം മാനദണ്ഡം പാലിച്ച് മൃതദേഹം സംസ്കരിക്കണം. ജില്ലയ്ക്ക് പുറത്തേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ ആശുപത്രി അധികൃതരുടെ സാക്ഷ്യപത്രം വാങ്ങണമെന്നും മാർഗരേഖയിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് 10 ജില്ലകളിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞതായി ആരോഗ്യവകുപ്പിന്റെ പ്രതിവാര റിപ്പോർട്ട്. മലപ്പുറം, കൊല്ലം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നിരക്കുയർന്നു. മലപ്പുറത്ത് 100 പേരെ പരിശോധിക്കുമ്പോൾ 15 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നത് കഴിഞ്ഞ ആഴ്ച 17ആയി വർദ്ധിച്ചു. സംസ്ഥാനത്ത് കൂടുതൽ സ്വകാര്യ ആശുപത്രികൾ സർക്കാർ നിരക്കിൽ കോവിഡ് ചികിത്സ നൽകുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ആകെ 108 ആശുപത്രികളാണ് സർക്കാരുമായി സഹകരിക്കുക. സർക്കാർ റെഫർ ചെയ്യുന്ന രോഗികൾക്കായിരിക്കും ആനുകൂല്യം ലഭിക്കുക. അങ്കമാലിയിൽ വൻ കഞ്ചാവ് വേട്ട. 2 കാറുകളിലായി കടത്തുകയായിരുന്ന 104 കിലോ കഞ്ചാവ് പിടികൂടി. നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും പോലീസും ചേർന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ഇടുക്കി സ്വദേശികളായ ചന്തു, അൻസൽ, നിസാർ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക്. തൊഴിൽ കോഡ് പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനം 200 ആക്കുക, വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. രാത്രി 12 മണിക്ക് ആരംഭിക്കുന്ന പണിമുടക്ക് നാളെ അർദ്ധരാത്രി 12 മണിക്കാണ് അവസാനിക്കുക. കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച് കർഷക സംഘടനകളുടെ ദില്ലി ചലോ മാർച്ചിനും നാളെ തുടക്കമാകും. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും CAGക്കുമെതിരെ ഇടതുമുന്നണിയുടെ പ്രതിഷേധ സമരം ഇന്ന്. കേരളത്തെ രക്ഷിക്കുക, വികസനം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധ കൂട്ടായ്മ. കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാൻ അന്വേഷണ ഏജൻസികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുവെന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം. കിഫ്ബിക്കെതിരെയുള്ള CAG ഓഡിറ്റ് പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇടതുമുന്നണി സമരത്തിന് ആഹ്വാനം ചെയ്തത്. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ 5 ദിവസത്തേക്ക് കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയുടേതാണ് നടപടി. ശിവശങ്കർ അധികാര ദുർവിനിയോഗം നടത്തിയോ എന്ന് തെളിയിക്കേണ്ടതുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 4 മാസം ചോദ്യം ചെയ്തിട്ടും ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ലേയെന്നും 11ാം മണിക്കൂറിൽ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ എന്ത് തെളിവാണ് ലഭിച്ചതെന്നും കോടതി ചോദിച്ചു. വിവരങ്ങളുമായി വിനിത വിജി ചേരുന്നു. വിനിത, എത്ര ദിവസത്തേക്കായിരുന്നു കസ്റ്റംസ് കസ്റ്റഡിയിൽ ചോദിച്ചിരിക്കുന്നത്? ഏത് രീതിയിലുള്ള തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? ഉയർന്ന വിമർശനങ്ങൾ എന്തെല്ലാമായിരുന്നു? തീർച്ചയായും വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് കസ്റ്റംസിന് നേരെ ഉണ്ടായിരുന്നത്. 10 ദിവസത്തെ അപേക്ഷയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റഡിയിലേക്കാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 5 ദിവസത്തേക്കാണ് ഇപ്പോൾ കോടതി അനുവാദം നൽകിയിട്ടുള്ളത്. അതേസമയം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിന്റെ പങ്ക് തെളിയിക്കാൻ എന്ത് തെളിവാണ് കസ്റ്റംസിന് കിട്ടിയതെന്നടക്കമുള്ള കാര്യങ്ങളും കോടതി ചോദിച്ചിട്ടുണ്ട്. 4 മാസം ശിവശങ്കറിനെ ഇവർ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. 9 തവണ ചോദ്യം ചെയ്തിരുന്നു. ഈ സമയത്തൊന്നും തന്നെ ഒരു തെളിവും അറസ്റ്റിലേക്ക് നയിക്കുന്നതിനടക്കമുള്ള ഒരു തെളിവും കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ 11ാം മണിക്കൂറിൽ അവസാന നിമിഷം എന്ത് തെളിവാണ് ലഭിച്ചതെന്നും കോടതി ചോദിച്ചിരുന്നു. ഒപ്പം തന്നെ ശിവശങ്കർ ഉന്നത പദവികളിൽ ഇരുന്നിട്ടുള്ള ആളാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പദവികളൊന്നും ഈ ഒരു റിപ്പോർട്ടിലും, കസ്റ്റംസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടിലും മാധവൻ നായരുടെ മകനാണ് ശിവശങ്കർ എന്ന് പറയുന്നതല്ലാതെ അദ്ദേഹം വഹിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉന്നത പദവികളൊന്നും തന്നെ അതിൽ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പറയാത്തത്? ശിവശങ്കറിനെ നിങ്ങൾക്ക് പേടിയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് കോടതി ചോദിച്ചത്. രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കസ്റ്റംസിന് നേരെ വിമർശനം കോടതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം ശിവശങ്കറിന്റെ അഭിഭാഷകനും കോടതിയിൽ വാദിക്കുകയുണ്ടായിരുന്നു. ഇനിയും ഈ കസ്റ്റംസിന് ശിവശങ്കറിന് മേൽ എന്താണ് അദ്ദേഹത്തിന്റെ കുറ്റം, അദ്ദേഹം ഈ പ്രതികളുമായി ബന്ധമുണ്ടായിരുന്നതടക്കമുള്ള ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അഭിഭാഷകനും വാദിച്ചത്. ഇത് സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്നും ഒരു വിമർശനം ഉണ്ടായിരുന്നത്. കാരണം ഈ പ്രതികളുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്നോ അല്ലെങ്കിൽ എന്താണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ശിവശങ്കറിന്റെ മേൽ എന്തെങ്കിലും തെളിവുകൾ കസ്റ്റംസിന് ലഭ്യമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല എന്ന് കോടതി വിമർശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 10 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നൽകിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ എന്തിനാണ് ഇത്തരത്തിൽ 10 ദിവസത്തേക്ക് ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത്? അതിന് മാത്രം എന്ത് തെളിവാണ് അദ്ദേഹത്തിന്റെ
മേൽ കണ്ടെത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ആ ഒരു കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിലേക്ക് ഒരു വിമർശനത്തിലേക്ക് അടക്കം കോടതിയെ എത്തിച്ചിട്ടുള്ളത്. അതേസമയം അദ്ദേഹം ഒരു ഉന്നത പദവി വഹിച്ചിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചില കേസുകൾ വരുന്നതും അദ്ദേഹത്തിനെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് കൃത്യമായും വ്യക്തതയോടെയും അന്വേഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 5 ദിവസത്തേക്കാണ് ഇപ്പോൾ ശിവശങ്കറിനെ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത്. റൈറ്റ്, ശിവശങ്കറിനെ 5 ദിവസത്തേക്ക് കസ്റ്റംസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു കോടതിയുടെ തീരുമാനം. നാട്ടിലെങ്ങും വോട്ടെണ്ണൽ. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സംവരണ വിഷയത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അപ്പീൽ നൽകും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പുരോഗമിക്കുന്നതിനാൽ സംവരണക്രമം തിരുത്തുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാകും കമ്മീഷന്റെ അപ്പീൽ. സർക്കാർ നേരത്തെ അപ്പീൽ നൽകിയിട്ടുണ്ട്. തുടർച്ചയായി സംവരണം നടപ്പാക്കിയ വാർഡുകളിൽ സംവരണം പുനഃക്രമീകരിക്കാനാണ് ഹൈക്കോടതി വിധി. ഇത് നടപ്പാക്കിയാൽ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള സ്ത്രീ സംവരണം 50% താഴെയാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിൽ കോൺഗ്രസിന് പ്രതിസന്ധി സൃഷ്ടിച്ച് വിമത സ്ഥാനാർത്ഥി. മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രേസി ജോസഫ് 65-ാം വാർഡിലാണ് സ്വതന്ത്രയായി മത്സരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ മേയറായിരുന്ന സൗമിനി ജെയിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ മേയർക്ക് പിന്തുണയുമായി ഒപ്പം നിന്നതാണ് സീറ്റ് നഷ്ടമാകാൻ കാരണമെന്നാണ് ഗ്രേസി ജോസഫ് പറയുന്നത്. സീറ്റ് തരാതെ പാർട്ടി ഒഴിവാക്കിയെങ്കിലും പഴയ നിലപാടുകളിൽ മാറ്റമില്ല. കൊച്ചി കോർപ്പറേഷൻ 65-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഗ്രേസി ജോസഫ്. അവസാന നിമിഷം വരെ ഞാൻ പാർട്ടി അങ്ങനെ എനിക്ക് സീറ്റ് തരുമെന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റേതായ രീതിയിൽ എൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുകയും എന്നോട് വെയിറ്റ് ചെയ്യാൻ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അവസാന ദിവസം അവർ യാതൊരു മറുപടിയും തരാതെ മറ്റൊരു ലേഡിക്ക് അവർ സീറ്റ് നൽകുകയാണ് ഉണ്ടായത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കാൻ കഴിഞ്ഞത് ഗ്രേസി ജോസഫിന് തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം നൽകുന്നു. നമ്മൾ വീടുകളിലേക്ക് ചെല്ലുമ്പോഴും ഞങ്ങളുടെ കൗൺസിലർ വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം അവർ പങ്കുവയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം മനസ്സിൽ വരികയാണ്. തീർച്ചയായും ഈ ഡിവിഷനിൽ നിന്ന് എനിക്ക് ജയിച്ച് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ജനകീയ കൗൺസിലറായിട്ട് വീണ്ടും എന്നെ ജനങ്ങൾ ജയിപ്പിച്ച് വിടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് ഗ്രേസി ജോസഫ് മത്സരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ന്യൂസ്. ഇന്ത്യയിൽ പിങ്ക് വസന്തം തീർത്ത് മുള്ളൻ പായലുകൾ. കോഴിക്കോട് ആവളപ്പാണ്ടിയിലാണ് സഞ്ചാരികൾക്ക് ദൃശ്യവിരുന്നൊരുങ്ങുന്ന ഈ മനോഹര കാഴ്ച. എന്നാൽ കാഴ്ച നല്ലതാണെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളേറെയാണെന്ന് സസ്യശാസ്ത്രജ്ഞരും പറയുന്നു. ഇത് അറിയപ്പെടുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇത് പൂവിടാറുണ്ടെങ്കിലും ഇക്കുറി പുഴ നിറയെ പൂക്കൾ നിറഞ്ഞപ്പോൾ സംഭവം ജോറായി. രാവിലെ 11 മണിയോടെ പുഷ്പങ്ങൾ പൂർണ്ണസ്ഥിതിയിലെത്തും. 4 മണിയോടെ വിരിഞ്ഞ പൂക്കളെല്ലാം വാടിത്തുടങ്ങും. അതായത് ചൂടിൻ്റെ ശക്തിക്കൊപ്പമാണ് പൂക്കളുടെ ഭംഗി വർദ്ധിക്കുക. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പരിസ്ഥിതിക്ക് യോജിച്ചതല്ല മുള്ളൻപയൽ എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം. ഇൻവേസീവ് സ്പീഷീസ് ആണ്. നമ്മുടെ നാട്ടിലേക്ക് എത്തി നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ തനത് സസ്യങ്ങളെ ഒക്കെ ഡൊമിനേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള പ്ലാന്റ്സുകളെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഇത് ഇവിടെ നമ്മുടെ ഏരിയയിൽ ഡൊമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ക്യാമറമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഒഴിവായി തുടങ്ങിയതിന് പിന്നാലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ആളുകളെ പ്രവേശിപ്പിച്ചു തുടങ്ങി. അധികം ആളുകൾ എത്താത്ത എന്നാൽ അതിമനോഹരമായ ഒരിടമുണ്ട് കൊല്ലം പരവൂരിൽ. നെടുങ്ങോലം മാല കായൽ തുരുത്ത്. കണ്ടൽക്കാട്ടിന് ഉള്ളിലൂടെയുള്ള ജലയാത്രയാണ് ഏറ്റവും ആകർഷകം. ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലൊക്കെ അടച്ചിരുന്നതിൻ്റെ മടുപ്പിലായിരിക്കും പലരും. ഇപ്പോൾ ഒരു യാത്ര പോകാനുള്ള മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ കൊല്ലം ജില്ലയിലേക്ക് വരിക. പരവൂരിൽ നെടുങ്ങോലം മാലാക്കായൽ തുരുത്ത്. ഇനി അധികം പറയുന്നില്ല, കണ്ടു നോക്കാം. ഇവിടെ തിരിച്ചറിയപ്പെടുന്നത് ഷിജു ചവറയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 കൊല്ലം. KSRTCയുടെ ഓർഡിനറി സർവീസുകളിൽ ഇനി മുതൽ സീറ്റ് റിസർവേഷന് സൗകര്യം. രാവിലെയും വൈകിട്ടും ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ഥിരം യാത്രക്കാർക്ക് ഉപകാരപ്രദമാകും വിധമാണ് ക്രമീകരണം. 5 രൂപയാണ് ബുക്കിംഗ് നിരക്ക്. തുക കണ്ടക്ടർക്ക് നൽകി സീറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനാണ് സൗകര്യമൊരുക്കുന്നത്. പലർക്കും രാവിലെയുള്ള യാത്രയിൽ ബസ്സിൽ സീറ്റ് ലഭിക്കാറുണ്ടെങ്കിലും
വൈകുന്നേരമുള്ള മടക്കയാത്രയിൽ സീറ്റ് ലഭിക്കാറില്ല. ഇത്തരക്കാരെ ലക്ഷ്യമിട്ടാണ് പുതിയ ക്രമീകരണം. രാവിലെ യാത്ര കയറുമ്പോൾ തന്നെ 5 രൂപ വിലയുള്ള ടിക്കറ്റ് കൂപ്പണുകൾ കണ്ടക്ടർമാരിൽ നിന്നും വാങ്ങാം. മടക്കയാത്രയ്ക്ക് ബസ്സിൽ കയറിയാൽ ഈ കൂപ്പൺ ഉപയോഗിച്ച ബുക്ക് ചെയ്ത സീറ്റിൽ യാത്രക്കാരനിരിക്കാം. മുൻഗണനാ കൂപ്പണുകളിൽ തീയതി, സീറ്റ് നമ്പർ, പുറപ്പെടുന്ന സമയം, ബസ് പുറപ്പെടുന്ന സ്ഥലം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കും. എന്നാൽ ദിവസം ഒരു ബസ്സിൽ 30-ൽ കൂടുതൽ കൂപ്പണുകൾ നൽകില്ല. ശേഷിക്കുന്ന സീറ്റുകൾ റിസർവേഷൻ കൂപ്പണില്ലാത്ത യാത്രക്കാർക്കായി മാറ്റിവെക്കും. ഒരേ ബസ്സിലെ മുഴുവൻ സീറ്റുകളും മുൻഗണനാ കൂപ്പൺ പ്രകാരം യാത്രക്കാർ ആവശ്യപ്പെട്ടാൽ ആ ഷെഡ്യൂളിൽ അതേ റൂട്ടിൽ പകരം മറ്റു ബസ് സർവീസ് കൂടി നടത്തുമെന്നും KSRTC മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. 90 വയസ്സ് കഴിഞ്ഞിട്ടും മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ദമ്പതികൾ വേറിട്ട കാഴ്ചയാവുകയാണ്. വയനാട് പുൽപ്പള്ളി സുരഭിക്കവലയിലെ മാത്യു മേരി ദമ്പതികളാണ് വാർദ്ധക്യത്തിലും ചെറുപ്പത്തിന്റെ ഉശിരോടെ കൃഷിയിടത്തിലിറങ്ങി പണിയെടുക്കുന്നത്. പുൽപ്പള്ളി സുരഭിക്കവല നിരപ്പ് തൊട്ടിയിൽ മാത്യുവിന് പ്രായം 94 കഴിഞ്ഞു. ഭാര്യ മേരിക്ക് 90ആയി. പക്ഷേ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ ഇരുവരും തയ്യാറല്ല. ആയിരത്തി 1969 കോട്ടയം കടുത്തുരുത്തിയിൽ നിന്നും മാത്യു വയനാട്ടിലെ കുടിയേറ്റ മേഖലയായ പുൽപ്പള്ളിയിലെത്തുന്നത്. മണ്ണിനോട് മല്ലിട്ട് പൊന്നു വിളയിച്ച കർഷക ദമ്പതികൾക്ക് കഠിനാധ്വാനം ദിനചര്യയാണ്. ആവുന്നത് ചെയ്യുക എന്നത് ഒരു ശീലമായി പോയെന്ന് ഇവർ പറയുന്നു. കപ്പ, ചേന, ചേമ്പ്, പിന്നെ കൊടിയുടെ ചൂടൊക്കെ കളയ്ക്കും, കൊടിയിടും, കാപ്പി വെക്കും, എല്ലാം ചെയ്യും. ചേമ്പ്, ചേന, അതിനെ നിലമൊക്കെ ഒരുക്കും. എല്ലാം വല്യപ്പണി എല്ലാ പരിപാടിയും. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ഇപ്പോൾ ഇരുവരും പുറത്തേക്ക് തീരെ ഇറങ്ങാറില്ല. വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ അലട്ടുന്നുണ്ടെങ്കിലും മണ്ണിനെ പ്രണയിച്ച് അതെല്ലാം മറികടക്കുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ. ന്യൂസ് 18 വയനാട്. ശബരിമലയിൽ തീർത്ഥാടന കാലം. ശബരിമലയിൽ അയ്യപ്പന്റെ പശുക്കളെ പരിപാലിക്കുന്നത് പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. അയ്യപ്പന് അഭിഷേകത്തിനും പൂജകൾക്കുമുള്ള പാൽ എത്തിക്കുന്നതുൾപ്പെടെ വലിയ ജോലികളിലാണ് ഈ ബംഗാളുകാർ. പാലക്കാട് ചെർപ്പുളശ്ശേരിക്കാരനായ സുനിൽ സ്വാമി വഴിയാണ് ആനന്ദ് സാമന്ത് സന്നിധാനത്തെത്തുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2 തവണ മാത്രമാണ് ഭാര്യയും 2 കുട്ടികളും അമ്മയും അടങ്ങുന്ന കുടുംബത്തെ കാണാൻ ബംഗാളിലേക്ക് പോയത്. ഈ കോവിഡ് കാലം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാമെന്ന പ്രതീക്ഷയിലാണ് അയ്യപ്പന്റെ ഗോപാലകൻ. കൂടുതലും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഭക്തരാണ് ശബരിമലയിൽ ദർശനത്തിനെത്തുന്നത്. പക്ഷേ ബംഗാളിൽ നിന്നുള്ള ആനന്ദ് സാമന്തയാണ് അയ്യപ്പന്റെ പശുക്കളെ പരിപാലിക്കുന്നത്. ഇതൊരു നിയോഗമായി കാണുകയാണ് ആനന്ദ് സാമന്ത്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18.